നീ എന്താ ഫുഡ് കഴിക്കാൻ വരാത്തേ? ആമി വന്ന് വിളിച്ചതും വീണ്ടും നമുക്ക് പേടിയായി. ഇവളെ വിശ്വസിക്കാൻ കൊള്ളില്ല, എന്നെ പിടിച്ചു കാണും. എനിക്ക് വേണ്ട, എന്നെ കൊണ്ടുപോകാത്തോണ്ട് ഞാൻ ഒന്നും കഴിക്കില്ല. ദൈവമേ, ഇവറ്റകൾ എന്നെയും കൊണ്ടേ പോകും. എല്ലാരും എന്നെ നിരാഹാരം കാണാൻ കൂടി നിൽപ്പായി. നിന്നെ കൊണ്ടുപോയില്ലെങ്കിൽ എന്താ, നിനക്ക് നല്ലൊരു ജോഡി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്, നീ നോക്കിയേ. അമ്മി തന്നത് ഞാനതെടുത്ത് നോക്കി. ഇത് ബ്ലാക്ക് അല്ലേ, എനിക്ക് പച്ച മതി. എനിക്കിതാണ് ചേർച്ച. എനിക്കതിന് മാച്ചാവുന്ന വാളയും കമ്മലൊക്കെ വാങ്ങണമെന്ന് കരുതിയതാ ഞാൻ. ഇനി അതൊക്കെ എപ്പോൾ വാങ്ങും? എന്തായാലും നാളെ ഇവരൊക്കെ ജ്വല്ലറി പോകുന്നുണ്ട്, നീയും കൂടെ പോന്നോ? എന്നിട്ട് എന്താന്ന് വെച്ചാൽ വാങ്ങിക്കോ. മനസ്സിൽ ലഡു പൊട്ടിയെങ്കിലും പുറമെ ശോകം വരുത്തിയിരുന്നു. വേണ്ട, ഞാൻ ഈ കല്യാണത്തിനന്ന് എൻ്റെ വീട്ടിൽ പോകും. ഞാനൊന്ന് കൂടെ വന്നെന്ന് വെച്ചാ എന്താ, ആ തെണ്ടി പറയുന്നിട്ട് എന്നെ പുറത്താക്കിയില്ലേ? ഇതല്ലേ നിന്റെ സ്വഭാവം, അതുകൊണ്ടല്ലേ. എന്തായാലും നിന്നെ നാളെ കൊണ്ടുപോകാം, പക്ഷേ വാ തുറക്കാൻ പാടില്ല. സത്യം എന്നെ കൊണ്ടുപോകോ? അതല്ലേ നിന്നോട് ഇത്രയും സമയം പറഞ്ഞത്. പിന്നെ അജു ഉണ്ടാവും, അവരെ കണ്ട നിന്റെ സ്വഭാവം അങ്ങനെ പുറത്തെടുത്താ പെരുവഴിയിലായാലും നിന്നെ ഞാൻ പിടിച്ച് പുറത്താക്കേ ഇല്ല. പാ തുറക്കില്ല ഞാൻ. തെണ്ടി നിന്നെ കാല് വെച്ച് വീഴ്ത്തിയതല്ലേ, ഓനെ വീഴ്ത്തിയില്ലെങ്കിൽ ഞാൻ നീയല്ല. നീ എന്തരീ ആലോചിക്കുന്നത്? അതില്ലേ, എനിക്ക് വേണ്ടതൊക്കെ പേപ്പറിൽ എഴുതിയത് ആലോചിക്കാം. മിണ്ടരുതല്ലോ. ഓ, അത്രയും നന്നാവണ്ട. നിന്റെ ആ ഊള സ്വഭാവം പുറത്തെടുക്കാതിരുന്നാ മതി. എന്റെ സ്വഭാവം മാത്രമുള്ള ഊള സ്വഭാവം ഓന്റെയോ? ആവൂ, ആ മാല പൊട്ടിക്കാൻ പറ്റിയത് നന്നായി. അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രയോജനം ഉണ്ടായല്ലോ. നിന്റെ പ്രാക്കാണ് എന്റെ മാല പൊട്ടിയെന്ന് തന്നെ ഡൗട്ട്. പ്രാക്കല്ല, മുടിയാ. മുടിയാ? അതല്ല, എന്റെ മുടിന്റെ പ്രാർത്ഥനയാണെന്നാ. എന്നെ കൂടെ പോയതുകൊണ്ടല്ലേ. പടച്ചോനെ, ഇപ്പൊ എല്ലാം കൂടെ തകർന്ന് തരിപ്പണായേനെ. ഞാൻ കുളിച്ച് റെഡിയായി മൊഞ്ചത്തിയായി നിന്നു. ഇങ്ങനെയൊക്കെ നിന്നാ അന്ന് മൊത്തം പോക്കാ, അത് വേറെ കാര്യം. പിന്നെ അവനോട് നീ ഉള്ളത് പറഞ്ഞിട്ടില്ല. അവനെന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ സൈലന്റ് ആയിട്ട് ഇരുന്നോണം, കേട്ടല്ലോ? ഓ, കാലത്തിനെ തന്നെ ഉപദേശം തുടങ്ങി. ഞാൻ എല്ലാത്തിനും താലയാട്ടി കൊടുത്തു. മിണ്ടിയില്ലെങ്കിലും കോപ്പിന് വീത്തി ഞാൻ നാട്ടുപിടിക്കും. ഹായ് ബാപ്പച്ചി, ഇന്ന് നിങ്ങളാണോ വരുന്നത്? നീ ഉള്ളോണ്ട് ഞാൻ വരാതെ കരുതി. കക്ഷി കോളറൊക്കെ നേരെയാക്കിട്ട് കൊണ്ട് പറഞ്ഞു. ഇന്ന് ഇങ്ങയുടെ പോകേണ്ട അവസ്ഥയോർത്ത് എനിക്ക് സന്തോഷമായി. ആ തെണ്ടി ആജ് കാറുമായി വന്നതും ആമയ്ക്ക മുന്നിൽ ചെന്നിരുന്നു. പിന്നാലെ സ്മാരകം കയ്യിൽ പിടിച്ച അമ്മയും പോയിരുന്നു. ഓളെ പൊട്ടിയ മാലയാണ് സ്മാരകം. അത് ഞാനാണെന്നെങ്ങാനും അറിഞ്ഞാ ഞാനിപ്പോ ജീവനോടുണ്ടാവില്ല. ബാപ്പച്ചയും കയറിയിരുന്നപ്പോ ഞാൻ അവനെ കുറെ പ്രാഗി സൈലന്റായി കാറിൽ കയറിയിരുന്നു. ഓനെ പേടിച്ചിട്ടൊന്നല്ല ലാസ്റ്റ് കയറി, സൈഡിലിരിക്കാൻ വേണ്ടി മാത്രാ. അവനെന്നെ തുറച്ചു നോക്കി വണ്ടി എടുത്തതും ഞാൻ അമിക്കാനും നോക്കി. നോട്ടെ എന്നെ തന്നെയാ. ആദ്യം ആ ജ്വല്ലറി പോകാം, ഇങ്ങനെയുള്ളതാണോ വിൽക്കുന്നതെന്ന് അറിയണല്ലോ. ഒന്ന് ഇട്ട് നോക്കുമ്പോഴേക്കും പൊട്ടിപ്പോകുകയെന്ന് വെച്ചാ എന്തായാലും അവരോട് കണ്ട് പറഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മളെ പാപ്പച്ചൻ തെളിഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു, അവര് കണ്ടുപിടിക്കൂ. അങ്ങനെയാണെങ്കിൽ എന്നെ പിടിക്കില്ലേ? ഈ പാപ്പച്ചി അല്ലെങ്കിൽ ഇങ്ങനെയാ. എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? ജ്വല്ലറി കണ്ടപ്പോ തന്നെ വീണ്ടും കയ്യും കാലും കിടക്കാൻ തുടങ്ങി. ഞാനിവിടെ ഇരുന്നോളാം, നിങ്ങൾ പോയി മാറ്റിവാ. നിന്നെ ഇവിടെ തനിച്ചാക്കി പോയാ ആരെങ്കിലും ആയി തല്ലുകൂടില്ലെന്നെന്താ ഉറപ്പ്? അതുകൊണ്ട് അകത്തെങ്ങാനും വന്നിരിക്കേ. കണ്ണിന് മുന്നിലുണ്ടായ ഒരു ആശ്വാസം. ബാപ്പച്ചി ഞമ്മക്കിട്ട് താങ്ങിയതും ആ തെണ്ടിയെ നോക്കി ഇളിച്ചു കാണിച്ചു. നമ്മളകത്ത് കയറി ഒരു മൂലയിൽ പോയിരുന്നു. അവർ നാലും കൂടി അവരുള്ളവരെ നിർത്തി പൊരിക്കുന്നുണ്ട്. വല്ലോ അറിഞ്ഞുകൊണ്ടാണോ അവരൊക്കെ ചീത്ത പറയുന്നത്? പാവങ്ങള്. പ്രശ്നമൊക്കെ തീർന്നത് കണ്ടപ്പോ ഞാൻ അവരടുത്തേക്ക് ചെന്നു. ഡീ, അതേക്കാൾ നല്ലത് ഇതല്ലേ എന്ന് പറഞ്ഞ് ഒന്നെടുത്ത് നമ്മളുടെ കഴുത്തിൽ വെച്ചതും ഞാൻ ഞെട്ടിക്കൊണ്ട് മാറിയിരുന്നു. ഇനി ഇത് കൂടി പൊട്ടിയ നിനക്കല്ലേ, നീ ഇട്ട് നോക്കി വാങ്ങിക്ക്. എനിക്ക് ഈ മാലയൊക്കെ കാണുന്നത് അലർജിയാ. ഹാവൂ, സമാധാനായി. അപ്പൊ എന്റെ മോള് കെട്ടിന് അതിന് നടക്കേണ്ടല്ലോ. അപ്പൊ എന്റെ മുട്ടുവരെയുള്ള സ്വപ്നം ഒരു കള്ളം പറയാനും സമ്മതിക്കില്ല. ഭാവിയിൽ ആവശ്യമുള്ളത് കൊണ്ടാകും. അവിടെയുള്ള മാലയും വളയും കണ്ടതും എന്റെ കണ്ണ് മഞ്ഞളിച്ച് ഞാൻ നോക്കിയിരുന്നു. ബാപ്പച്ചി, എനിക്ക് റിങ് വേണം. എന്താ, നിന്റെ കയ്യിൽ സ്വർണം വേണമെന്നും അലർജിയാണെന്നൊക്കെ കേട്ട് ഞാനൊന്ന് ആശ്വസിച്ച് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ തന്നെ നീ എന്നെ അറ്റാക്ക് പറ്റി കൊല്ലുവോ? ഓ, ഇതൊരു ചെറിയ റിങ്ങാ ബാപ്പച്ചി, എന്റെ ചെറിയ വിരലല്ലേ. എന്റെ പേരിന്റെ ആദ്യത്തെ ഗോൾഡ് വെച്ച റിങ് എനിക്ക് വേണം. ക്ഷമിക്ക, അവളെ കാക്കുവിന്റെ കല്യാണത്തിന് എസ് വെച്ച റിങ്ങല്ലേ വാങ്ങി. എനിക്കത് കിട്ടാതെ ഞാനിവിടെ പാരില്ല. നിനക്ക് പിന്നെ വാങ്ങിത്തരാം. ഇപ്പൊ നീ വന്നേ. ഞാൻ എന്റെ പാപ്പച്ചിയോടല്ല പറയുന്നത്, അതിനാവയ്ക്ക് അതിനെ ചൂടാവുന്നേ. മോളെ, പിന്നെ ഒരു ദിവസം വന്ന് നിനക്ക് ഞാൻ വാങ്ങിത്തരാം. എനിക്കിപ്പൊ വേണം. ഇനി കല്യാണം ആയാലല്ലേ ജ്വല്ലറിയിൽ വരൂ. ഇതിനെ കൊണ്ടുവന്നതാ ഏറ്റവും വലിയ തെറ്റ്. ആമിക്ക് അതും പറഞ്ഞ് തലയിൽ കൈ വെച്ചതും ഞാൻ അങ്ങനെ നോക്കി പൂച്ചിച്ചു. മറ്റവനാണെങ്കിൽ തുറച്ചു നോക്കാം. ഓന്റെ പണങ്ങാനാണോ? ബാപ്പച്ചൊന്ന് മൂളിയതും ഞാൻ ഒരുത്തനെ വിളിച്ച് റിങ് എടുക്കാൻ പറഞ്ഞു. ഓരോ നോക്കണോ റിങ് നോക്കണം എന്ന ഡൗട്ടായിപ്പോ. എന്നാ മൊഞ്ച. കൂടെ ഉണ്ട് രണ്ടെണ്ണം. മൊഞ്ചന്മാരാണെങ്കിലും സ്വഭാവം കണ്ടിട്ട് കൊടുക്കാൻ തോന്നും. ഇവന്മാരാണെങ്കിലും എന്നാ പുഞ്ചിരിയാ.
എന്നെ വെച്ച റിങ് നിനക്ക് വേണോ മോളെ? വേണ്ട കുഞ്ഞിപ്പ, അതൊക്കെ ഇന്നലെ വാങ്ങി. നമ്മൾ ഓനെ നോക്കി നിൽക്കുക, ഓനെ എന്നില്ലെന്ന് പറഞ്ഞതും ബാപ്പച്ചി ലോട്ടറി അടിച്ചില്ല. അങ്ങനെ ഇപ്പൊ ഞാൻ വിടില്ല. എങ്കിൽ ഡി ഉണ്ടോ നോക്കി. അതാരാ ഈ ഡി? ഹേയ്, ദുൽഖർ സൽമാനാ ബാപ്പച്ചി. അല്ല മോളെ, നീ ഓന്റെ പേരിൽ റിങ് കിട്ടാ ഓനത് അറിയൂ? ഡിയും ഇല്ല. അവൻ പറഞ്ഞതും രണ്ടെണ്ണം ചിരിച്ച് മരിക്കുന്നുണ്ട്. പിന്നെ എന്ത് കോപ്പ അവിടെ ഉള്ളത്? എന്തായാലും ഒന്ന് വേണം. ഇതിപ്പോ എന്ത് വാങ്ങും? ടീ ഉണ്ടോ? അതാരാടി? ഈ ബാപ്പച്ചിയെ കൊണ്ട് തോറ്റു. കാശ് കൊടുക്കുന്ന വെച്ചാൽ ഇത്രയ്ക്ക് ചോദ്യം വേണോ? ടോവിനെയാണ് ബാപ്പച്ചി. അതാണോ? അതുമില്ല. പിന്നെ എന്താ ഉള്ളത് അത് പറ. എയും ഡിയും എമ്മും ഉണ്ട്. ഇതിൽ മൂന്നിൽ ഏതെങ്കിലും നടനുണ്ടോ മോളെ? ഞാൻ ആലോചിക്കട്ടെ ബാപ്പച്ചി. ഇതിനെങ്ങ് കൊന്നാലോ? ആമിക്ക വീണ്ടും തുടങ്ങി. എൻ്റെ ഒരു ആഗ്രഹമല്ല ആമിക്ക. സോപ്പിട്ട് വെച്ചതാ തെണ്ടി. എങ്കിലും എമ്മ കാണട്ടെ, ഞാൻ അത് പൊടിച്ച് എന്നാക്കിക്കോളാം. അത് വാങ്ങിക്കണ്ടി എന്തുവേണേലും ചെയ്തു. ഓൻ്റെ ഒരു ചാട കണ്ടില്ലേ? ഇനി എമ്മ വേണമെന്ന് പറഞ്ഞത് ആ മർജാനെങ്ങാനും മനസ്സിൽ കണ്ടിട്ടാണോ ഡി? ആമി കാതിൽ പറഞ്ഞു ഇരച്ചതും പടത്തോനെ അങ്ങനെ ഒരു കുരിശുണ്ടല്ലെന്ന് ഓർത്ത് അത് വേണ്ടെന്ന് വെച്ചു. അല്ലെങ്കിൽ ഓൾ കളിയാക്കി കൊല്ലും. എനിക്ക് മതി. അതാരാ? ആസിഫ് അലിയാണോ? ബാപ്പച്ചി, നിങ്ങൾ ഇതുവരെ അത് വിട്ടില്ലേ? ഇതല്ല ബാപ്പച്ചി, അമിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് അത് മതി. പിന്നെ എൻ്റെ പേരിന്റെ ലാസ്റ്റ് വേടല്ലേ ഇത്? ഓന്റെ കലിപ്പ് കണ്ട് വെറും സോപ്പിട്ട് വെച്ചതാ. ഏതെങ്കിലും വില കുറഞ്ഞ സോപ്പ് മതി. അപ്പൊ എന്നെ ഇഷ്ടല്ലേ മോളെ? 10-18 കൊല്ലായില്ലേ നിന്നെ ഞാൻ തലയിൽ വെച്ചാ പേരരിക്കും, തറയിൽ വെച്ചാ ഉറുമ്പരിക്കും എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കുന്നേ. മതിയടി ഒലിപ്പിച്ചത്. നീ മമ്മൂട്ടിയോ മോഹൻലാലിന്റെയോ ആരാന്ന് വെച്ചാൽ വാങ്ങിട്ട് പതിയങ്ങ് വന്നാൽ മതി. വാ കുഞ്ഞിപ്പാ, നമുക്ക് പോകാം. എൻ്റെ അല്ല ബാബജി. എന്നിട്ട് പോണ പോക്ക് കണ്ട ലെവലാണെങ്കിൽ ഈ കടയിലുള്ളത് മുഴുവൻ നിനക്ക് വേണ്ടി എല്ലാവരും എടുത്തു വെച്ച് തന്ന പോലെ നോക്കുക. നമ്മൾ ഓനെ നോക്കി ഒരു വളിച്ചിടിയും കൊടുത്ത് അവരെ പിന്നാലെ പോയി. റിങ് വാങ്ങുന്ന കാശേ ഞാൻ ഡ്രസ്സിൽ മുതലാക്കാം. ഇങ്ങനെ ഞാൻ വെറുതെ വിടു ബാബജി. എന്തെന്ന് വെച്ചാൽ ലേഡി സെക്ഷനിൽ ചെന്ന് വാങ്ങിക്കോ. ഒരു 10 മിനിറ്റ് സമയം തരും. അപ്പോഴേക്കും മുതലേ ഞങ്ങളങ്ങ് പോകുകയെ. അകത്ത് കയറുന്നതിന് 10 മിനിറ്റ് വെള്ളം പഠിച്ചോന് തെണ്ടി വരേണ്ടില്ല. എൻ്റെ കൂടെ വീട്ടിൽ തന്നെ ഇരുന്ന് കൊണ്ടുവന്ന് തിട്ടാൻ മതിയായിരുന്നു. ഞാൻ പിന്നെ ഒരു സേഫ്റ്റിക്ക് ബാപ്പച്ചിയും കൂടെ കൂട്ടി. ഇവിടെ ഇട്ടിട്ട് പോയ ബാപ്പച്ചി ഉണ്ടല്ലോ. ഞാനിതകത്ത് കയറ്റ എന്താ കാര്യം? എനിക്കുള്ളത് ഇവിടെ ഇല്ലാന്നേ. ഈ ആമികൾക്ക് സെലക്ഷൻ ഒന്നും അറിയില്ല ബാപ്പച്ചി. ബാപ്പച്ചി വേണം എങ്ങനെയാണെന്ന് പറയാൻ. അതിനാ എന്റെ എല്ലാ കാലത്തെയും സെലക്ഷൻ തെറ്റിയാ. അത്രയും വരില്ലല്ലോ ഒന്നും. നീ തന്നെ എനിക്ക് പറ്റിയ അബദ്ധാടി. പിന്നെയാ നിന്റെ ഡ്രസ്സ്. ആമിക്ക് എന്റെ ബാപ്പച്ചി ചീത്തയാക്കിന്നെന്ന് തോന്നി. അമ്മ അവിടെ ഇരുന്ന് ഫോണിൽ കളിക്കുക. ബാപ്പച്ചി ഏതോ അബദ്ധോർത്ത് താടിക്ക് കൈ കൊടുത്തിരുന്നു. ഇവിടെ ഡ്രസ്സ് മുഴുവൻ നോക്കാൻ ഒരു 10 മണിക്കൂറെങ്കിലും വേണ്ടി വരും. ഇങ്ങളെ എല്ലാം കൂടി ഇവിടെ എടുത്തു വെക്ക്, ഞാൻ നോക്കിയെടുത്തോളാം. മോളെ, ഒന്നല്ല നിനക്ക് വേണ്ടു. അതിനെ ഈ കാണുന്നത് മുഴുവൻ നിരത്തി വെക്കണോ? എന്റെ ബാപ്പച്ചി, എല്ലാം കണ്ടാലേ എനിക്ക് എല്ലാത്തിനും നല്ലതെടുക്കാൻ പറ്റൂ. ഇത് മുഴുവൻ കാണാനേ ഇന്നൊരു ദിവസം മതിയാകും മോളെ. ഹൈ, നിങ്ങളിവിടെ ഇരിക്കുക ബാപ്പച്ചി. ഞാൻ എടുത്തു കഴിഞ്ഞ് ബില്ലടിച്ചാൽ മതി. നിങ്ങള് ബാപ്പച്ചിയുടെ വിചാരം സെലക്ട് ചെയ്യാൻ കൊണ്ടുവന്നാ എന്നെ ഇവിടെ ഇട്ടിട്ട് പോകുന്നു ഉറപ്പാ. അപ്പൊ പോവാൻ ആള് വേണ്ടേ? നമ്മളത് മുഴുവനും അവരെ കൊണ്ട് എടുത്തു വെപ്പിച്ചു. കാണാൻ നല്ല മൊഞ്ചുള്ള ചേച്ചിമാരാണെങ്കിലും എന്നെ അത്രയ്ക്ക് പിടിച്ച മട്ടില്ല. എന്താ ഒരു നോട്ടം. അമ്മി, അവര് വെയിറ്റ് ചെയ്യാവും. വാ, നമുക്ക് ഇറങ്ങാം. ആര്? അവരോ? കൂടെ ഉള്ളത് ആ പിശാച. ഇപ്പൊ എടുത്തിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ 10 മിനിറ്റ് എന്നൊക്കെ വാണിംഗ് കൊടുത്തത് അതനുസരിക്കാനേ അവൾ ഒന്നുകൂടി ജനിക്കണം. വാങ്ങാത്ത റിങ്ങിന് മണിക്കൂർ 2 അവള് കളഞ്ഞത്. പിന്നെയാ വാങ്ങാൻ പോയതിന്. നിന്റെ അല്ലേ പെങ്ങള്. കുഞ്ഞിപ്പാക്കൊരു അബദ്ധം പറ്റിപ്പോയി, അല്ലാതെ എന്താ. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾക്കുള്ളതൊക്കെ വാങ്ങി ഇറങ്ങിയതും അവരെ കാണാതെ ലേഡീസ് സെക്ഷനിലേക്ക് കയറി. ആ കുരിപ്പുണ്ട് മല പോലെ ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ നോക്കി നിൽക്കുന്നു. ഇതിന് അമ്മ പറഞ്ഞതിനേക്കാൾ കൂടിയ പെട്ടാ. എടാ, ഇതിന് പോക്ക് നടക്കുമെന്തോ. നീ കണ്ടവളുടെ നിൽപ്പ് ഇന്ന് ഇവിടെ തന്നെ കൂടാം. നമ്മൾ അമ്മയെ നോക്കി അത് പറഞ്ഞ് നടന്നു. അവൻ കലിപ്പിൽ അവളുടെ അടുത്തേക്ക് നടന്ന് തുറച്ചു നോക്കിയെങ്കിലും അവളൊന്നും കാണുന്നില്ല. നീ ഇതുവരായിട്ടൊന്നും എടുത്തില്ലേ? എടുത്തെങ്കിലും ഇവിടെ കാണൂ. എന്റെ മോനെ, ഞാൻ ക്ഷീണിച്ചു. പിന്നെ ആ പാവം കൊച്ചുങ്ങളെ കാര്യം പറയണ്ടല്ലോ. ഇതിന് മാത്രം ക്ഷീണമല്ലേ? എന്തിനാ ഞാൻ വന്നെന്റെ പഠിത്തോന്? വേറൊരു ഷർട്ട് വാങ്ങാനുള്ള പൂതി കൊണ്ട് വന്നതാ. വേണ്ടിയിരുന്നില്ല. അവളുടെ ബാപ്പച്ചി തളർന്നിരുന്നു കൊണ്ട് പറഞ്ഞു. എന്റെ കാക്കു, ഇങ്ങനെയായിരുന്നെങ്കിൽ ഞാനും വരില്ലായിരുന്നു. ഇതൊന്നും ഇവിടെ എന്തിനു പുത്തിരിയല്ലെന്ന് പോലെ തിരച്ചിൽ തന്നെ. നിനക്കല്ലേ പച്ചക്കള മതി എന്ന് പറഞ്ഞത്? ഇതിലേതെങ്കിലും ഒരു പച്ച എടുത്ത് ഇറങ്ങാൻ നോക്ക്. ഇപ്പൊ തോന്നുന്ന വൈറ്റ് മതിയെന്ന്. നിനക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. വൈറ്റ് ആണോ ഗ്രീൻ ആണോ? മഞ്ഞ മതി. ഞാൻ അവയും പരസ്പരം നോക്കിപ്പോയി. വല്ല ആവശ്യം ഉണ്ടായിരുന്നു എഴുന്നള്ളിച്ച് കൊണ്ടുവരാൻ.
മഞ്ഞെങ്കിൽ മഞ്ഞ, ഞാൻ എടുത്തു തരുന്നത് ഇട്ടാ മതി കേട്ടല്ലോ. അല്ലാതെ നീ എടുത്തിട്ട് ഇന്നിവിടുന്ന് പോയില്ല. എങ്കിൽ ബ്ലാക്ക് മതി. അതല്ലടി വീട്ടിലുള്ളത്. എന്റെ വൈറ്റ് മതി. ഇനി മാറില്ലല്ലോ. ഇല്ലെന്നാ കുരിപ്പ് തോള് നോക്കി കാണിച്ചുവെങ്കിലും മാറുന്നു ഉറപ്പല്ലേ? എനിക്ക് ധാവണി മതി. അയ്യ, ധാവണി ചുറ്റാൻ പറ്റിയൊരു കോലം പാടത്ത് കോലം വെച്ച പോലെ ഉണ്ടാവും.